ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ടോ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് മനു മുത്തശ്ശി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് നല്ല കൊച്ചാടാ അവൾ, എത്ര നല്ല സ്നേഹമുള്ള കൊച്ചാണ്, ഇത്രയും നന്മയുള്ള ഒരു കൊച്ചിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അവൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കൊച്ചായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നല്ല കുടുംബത്തിൽപ്പെട്ട ഒരു കൊച്ചായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നിർത്തുക കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ആ നല്ല കുടുംബത്തിൽപ്പെട്ട കൊച്ചായിരുന്നെങ്കിൽ, നല്ല കൊച്ചായിരുന്നെങ്കിൽ എന്നൊക്കെ എന്താ മുത്തശ്ശി നിർത്തിയേ പറ എന്നൊക്കെ പറയാട്ടോ. അല്ല, ഞാനൊന്നും പറഞ്ഞില്ല, വെറുതെ പറഞ്ഞതാ. അല്ല മുത്തശ്ശി പറ, എടാ ഇതിനേക്കാൾ നല്ലൊരു കൊച്ചിനെ നിനക്ക് വേറെ കിട്ടാനില്ല, അത്രയും നല്ല കൊച്ചാണ്, നിങ്ങളുടെ വിവാഹം ഞാൻ തന്നെ നടത്തി തന്നേനെ, ഞാൻ നിങ്ങൾക്ക് കൂട്ടി നിന്നേനെ എന്നൊക്കെ പറയാട്ടോ. മനുവിൻ്റെ ഉള്ളിൽ ഇഷ്ടം കൂടിക്കൂടി വരും കേട്ടോ മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ടിട്ട്. അപ്പം മനു ഇങ്ങനെ ഉള്ളാലെ പറയാണ്, എനിക്ക് അവളെ ഇഷ്ടമാണ് മുത്തശ്ശി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, അത്രയും നല്ല കുട്ടിയെ ഞാൻ വേറെ കണ്ടിട്ടില്ലടാ മോനെ, എന്ത് നല്ല അടക്കവും ഒതുക്കവും എന്ത് സ്നേഹമാണ് ആ കൊച്ചിനെന്നറിയാമോ, അതാണ് ഏറ്റവും വലിയ കാര്യം. എന്നൊക്കെ എന്ത് നല്ല രീതിയിലാണ് നോക്കുന്നത്, ഒരാളും എന്നെ അങ്ങനെ നോക്കിയിട്ടില്ല, അത്രയും നല്ല സ്നേഹമുള്ള കൊച്ചാടാ, ഒരിക്കലും അവളെ വിട്ട് കളയാൻ തോന്നുന്നില്ലടാ, എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ അവൾക്ക് ആരും ഇല്ലാത്തവളായിപ്പോയില്ലേ, നമുക്ക് പറ്റിയ ബന്ധമല്ലല്ലോ, ഒരു കുടുംബമോ കൂട്ടോ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയട്ടോ. ആരുമില്ലാത്തവൾക്കല്ലേ മുത്തശ്ശി ആരെങ്കിലുമൊക്കെ വേണ്ടത് എന്ന് മനു പറയട്ടെ. എന്താ എന്താ നീ പറഞ്ഞേ, എന്താ നീ പറഞ്ഞേ ചോദിക്കട്ടെ. ഒന്നുമില്ല, ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണ് മുത്തശ്ശി എന്ന് പറയട്ടോ. എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയട്ടോ മുത്തശ്ശി. എന്താണെങ്കിലും ഒക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയണം മുത്തശ്ശി. പിന്നീട് മനു ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് മുത്തശ്ശിക്ക് ഇത്രയും നെഗറ്റീവായിട്ടുള്ളൊരു മോളുണ്ടായതെന്ന് ചോദിക്കട്ടെ വൈജയെക്കുറിച്ച്. അവൾ അങ്ങനെ നെഗറ്റീവ് ഒന്നും അല്ലായിരുന്നടാ, ഭയങ്കര സ്നേഹമാണ് എന്നോട്, ചില സമയത്ത് ദേഷ്യം വരും എന്ന് മാത്രമേ ഉള്ളൂ, ദേഷ്യം വന്നാൽ കുത്തിക്കൊല്ലും അത്രയേ ഉള്ളൂ, പക്ഷെ ആൾ പാവാണെന്ന് പറയുന്ന പോലെ അല്ലേന്ന് ചോദിക്കണേ. അങ്ങനെയൊന്നുമല്ല. പിന്നെ എന്താ മുത്തശ്ശി വൈജയന്തിക്ക് പറ്റിയതെന്ന് ചോദിക്കാം കേട്ടോ. അതൊക്കെ ഒരുപാട് പറയാനുണ്ട് മോനെ, ഒരു പക്ഷേ നിനക്കൊന്നും അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല, അതിനെപ്പറ്റി കുറേ സംഭവങ്ങളുണ്ട്. അവൾ ഇങ്ങനെയൊന്നും ഇത്രയും ദേഷ്യക്കാരിയൊന്നും ആയിരുന്നില്ല, ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, കാരണം 3 ചേട്ടന്മാരുടെ ഒരു കുഞ്ഞു പെങ്ങളല്ലേ, അതിൻ്റെ വാശിയും കുറുമ്പും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാരണങ്ങൾ കാരണം എന്താ മുത്തശ്ശി, എന്താ വൈജയന്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ചോദിക്കുക കേട്ടോ. അതൊക്കെ പറയാൻ നിന്ന ഒരുപാടുണ്ട്, അതൊക്കെ പിന്നീട് ഞാൻ പറയാം എന്ന് പറയാണ് മുത്തശ്ശി. ആ സമയത്താണ് പാട്ടും പാടിക്കൊണ്ട് അലീന അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. മുത്തശ്ശി മുത്തശ്ശി വീട്ടിലുണ്ടൊരു മുത്തശ്ശി, പാട്ട് പാടും മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട്, കഥ പറയും മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടിക്കൊണ്ട് പെട്ടെന്ന് ഡോറ് തുറക്കുന്ന സമയത്ത് ഒരു ബക്കറ്റും പിടിച്ചോട്ടോ വരുന്നത്. ഡോറ് തുറക്കുന്ന സമയത്ത് മനുവിനെ അവിടെ കണ്ടിട്ട് പെട്ടെന്ന് അന്താളിച്ച് പോവാട്ടോ. അയ്യോ എന്നുള്ളൊരു മട്ടിൽ ഇതെപ്പോൾ വന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ അന്താളിച്ച് പോവാണ്. മുത്തശ്ശിയും അലീനയുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് ചിരിക്കുക കേട്ടോ. അങ്ങനെ മനു അവളെ തന്നെ നോക്കി ഇങ്ങനെ ചിരിച്ച് നിൽക്കാൻ, അലീനക്കാണെങ്കിൽ നാണം വന്നിട്ട് എന്തോ ഒരു നാണം അലീനയുടെ ഉള്ളിൽ വരും കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ഒരു ജാള്യത. അങ്ങനെ മനു ചോദിക്കുന്നുണ്ട്, എന്തിനെ നിർത്തിക്കളഞ്ഞ് ആ പാട്ടൊന്ന് പാടിക്ക്, ഞങ്ങൾ ഒന്നുകൂടി കേൾക്കട്ടെ, ഞങ്ങൾ കേട്ടില്ല, ശരിക്കും കേട്ടില്ല എന്ന് പറയുമ്പോൾ അലീനക്കാകെ നാണം വരികയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, പാട്ട് പാടിക്കൊണ്ടാണോ വന്നത്, ഞാൻ ഒന്ന് കേൾക്കട്ടെ എന്ന് പറയട്ടോ മുത്തശ്ശി. ഇല്ല മുത്തശ്ശി, ചുമ്മാ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാട്ടോ. അല്ല മുത്തശ്ശി, ഞാൻ കേട്ടതാണ്, അലീന പാട്ട് പാടിക്കൊണ്ടാണ് വന്നത്, ഒന്നുകൂടെ പാടാൻ പറ മുത്തശ്ശി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്താ ഇത്ര വലിയ സന്തോഷം എന്ന് ചോദിക്കാണ്ട് മനു. ഒന്നുമില്ല, കൊല്ലപ്പള്ളിയിലുള്ളതിനേക്കാളും ഭയങ്കര സന്തോഷമുണ്ടല്ലോ മുഖത്ത് എന്ന് ചോദിക്കുക കേട്ടോ. ശരിയാണ്, അവിടത്തേക്കാളും സന്തോഷമൊക്കെ ഉണ്ട്. എവിടെ, വെറുതെ പറയാം മോനെ, വൈജയ് ഇവളെ ഇട്ട് ഇവിടെ പൊരിപ്പിക്കുകയാണ്, ഭയങ്കര പീഡനമാണ്, ഭയങ്കര ജോലിയൊക്കെ കൊടുക്കുന്നത്, എന്നിട്ട് അവൾ നിന്നോട് വെറുതെ പറയുന്നതെന്ന് പറയട്ടോ. ആണോ, അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല, ഇവിടുത്തെ ജോലികളൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് അലീന പറയാട്ടോ. അങ്ങനെയൊന്നും അല്ലടാ മോനെ, എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കാൻ വന്നതായിരുന്നു, പക്ഷേ ഇവിടെയുള്ള കുഞ്ഞുമോളെ നിൻ്റെ ആൻറ്റി പറഞ്ഞു വിട്ടു, എന്നിട്ട് വീട്ടിലെ ജോലി മുഴുവൻ ഇപ്പോൾ ഇവളാ ചെയ്യുന്നത്. അങ്ങനെയാണോ? എന്നാൽ പിന്നെ അത് ആൻറ്റീനോട് ചോദിക്കണമല്ലോ, ഞാൻ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സിനെ അല്ലേ കൊണ്ടുവന്നത്, ഞാൻ ഈ വീട്ടിൽ ജോലിക്കാരിയാണോ കൊണ്ടുവന്നതെന്ന് ചോദിക്കാട്ടോ മനു. അതൊന്നും സാരമില്ല, ഇവിടുത്തെ ജോലി ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഇത് എൻ്റെ വീടല്ലേ എന്ന് പറയട്ടോ. നിൻ്റെ വീടോ എന്ന് ചോദിക്കണം മനു. പിന്നെ എൻ്റെ വീടല്ലേ, ഞാൻ താമസിക്കുന്ന വീട് എൻ്റെ വീടല്ലേ, അങ്ങനെയാണ് ഞാൻ കാണുന്നത്, അപ്പോൾ ഇവിടുത്തെ ജോലിയൊക്കെ എൻ്റെ ജോലികളായിട്ട് ഞാൻ കാണുകയാണ്, അപ്പോൾ എനിക്കത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല എന്ന് പറയട്ടോ. അത് ഇവളുടെ മനസ്സുകൊണ്ട് ഇവൾ പറയുന്നതാ മോനെ, ഇവൾക്ക് നല്ല ജോലി ഉണ്ടെന്ന് പറയണം മുത്തശ്ശി. എന്തായാലും മുത്തശ്ശിയും കൊള്ളാം, മോളും കൊച്ചുമോളും കൊള്ളാമെന്ന് പറയണം.
മനു. ആ സമയത്താണ് വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ മനുവിനെ കണ്ടിട്ട് ആ മനു നീ എപ്പോൾ വന്നു എന്ന് ചോദിക്കണേ. ഞാൻ എന്തേ കുറച്ച് നേരമേ ഉള്ളൂ വന്നിട്ട്, എന്നിട്ട് നീ വല്ല ചായ എന്തെങ്കിലും കുടിച്ചോ? ഇല്ല. എടി നീ എന്താ ഇവനൊരു ചായ ഇട്ട് കൊടുക്കാതെ ഭക്ഷണമൊന്നും റെഡി ആയില്ലെന്ന് ചോദിക്കുക കേട്ടോ. റെഡി ആയിട്ടുണ്ട്, എന്നാൽ പോയി എടുത്ത് വെക്ക്. മനു വല്ലതും കഴിച്ചതാണോ എന്ന് ചോദിക്കേണ്ടത് വൈജയന്തി. ഇല്ല ആൻറ്റി, എന്നാ വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയാട്ടോ. അമ്മേ ഞാൻ കഴിച്ചിട്ട് അങ്ങനെ ബാങ്കിലേക്ക് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് വൈജയന്തി മുത്തശ്ശിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് പോവുകയാണ്. അങ്ങനെ അവർ ഇരുന്ന് ഭക്ഷണം കഴിക്കട്ടോ. അലീന ഇങ്ങനെ ഭക്ഷണമൊക്കെ എടുത്തു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ആൻറ്റി പുതിയ സെർവൻറ്റ്? അവൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. വലിയ തിരക്കേടൊന്നുമില്ല, പക്ഷെ ഒന്നും അറിയത്തില്ല, ഒരു കാര്യം ചെയ്യാനൊന്നും അറിയത്തില്ല. ഇവിടുത്തെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഒരു വിധം ചെയ്തു വരുന്നു. മുത്തശ്ശി പറഞ്ഞു വളരെ മോശമാണെന്ന്, കൊള്ളൂല എന്ന് പറഞ്ഞു എന്ന് പറയട്ടോ. ആരും അമ്മയോ? അമ്മ ഒരിക്കലും അങ്ങനെയൊന്നും പറയത്തില്ല. നീ എന്നിട്ട് വാരാൻ നോക്കല്ലേ, എനിക്കറിയാം നിൻ്റെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താന്ന്. നീയും അച്ഛനും കൂടി പോയി കൊണ്ടുവന്നതല്ലേ. നിങ്ങൾ പിന്നെ അങ്ങനെയല്ല ആരോടും ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്യാതെ നിങ്ങൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തു. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ അങ്ങനെ പോയി എടുത്തുകൊണ്ട് വന്നത്. അതും എടുത്തുകൊണ്ട് വന്നതോ ഈ ഒരു ചെറിയ പെണ്ണിനെ, അതും കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടീനെ. അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ചെറിയ പെൺകുട്ടികളെ വീട്ടുജോലിക്ക് നിർത്തുന്നതേ പണ്ട് മുതലേ ഇഷ്ടമല്ല. പിന്നെ അതും കാണാനത്ര സൗന്ദര്യവും കുറച്ചൊക്കെ ബോധവും സൗന്ദര്യമൊക്കെ ഉള്ളൊരു പെണ്ണിനും എന്താ ഇപ്പം ചെയ്യുക? കൊണ്ടുവന്നു പോയില്ലേ, നിൻ്റെ അച്ഛൻ്റെ ഓരോ വാശി എന്ന് പറയട്ടോ. അങ്ങനെയൊന്നുമില്ല ആൻറ്റി, ആ കൊച്ച് നല്ലതാണ്, അതിൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ മുത്തശ്ശൻ എന്നോട് പറഞ്ഞ ആഗ്രഹമായിരുന്നു അത്, അതുകൊണ്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പറയട്ടോ. എന്നാൽ ബാലനും കൂടി വന്നതാണല്ലോ, ബാലചന്ദ്രനും കൂടി നിൻ്റെ കൂടെ വന്നതാണല്ലോ, അയാൾക്കെങ്കിലും അതൊന്നും നോക്കാമായിരുന്നല്ലോ. ഈ ചെറിയ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട, എനിക്കതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് ബാലചന്ദ്രൻ അറിയാലോ. എന്നിട്ട് ബാലചന്ദ്രനും പോയിട്ട് ഒന്നും മിണ്ടാതെ കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നു എന്ന് പറയട്ടെ. അങ്കിൾ എന്ത് പറയാനോ ആൻറ്റി, അങ്കിളിന് അതിലൊരു വോയിസും ഇല്ലത് ഞാനാണ് തീരുമാനിച്ചത് മുത്തശ്ശിൻ്റെ വാക്കുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ടുവരാന്നുള്ളത് എന്ന് പറയട്ടോ മനു. എന്തായാലും കൊണ്ടുവന്ന് പോയില്ലേ, ഇനിയിപ്പോൾ കുറച്ച് നാൾ നോക്കട്ടെ എന്ന് പറയാണ്. പിന്നെ അപ്പോൾ പറയുന്നുണ്ടേ, അവളുടെ ഈ സൗന്ദര്യം കോലമൊക്കെ കണ്ടിട്ടേ എന്നാളൊരു ദിവസം ഇവിടെ വന്ന ഒരു സ്ത്രീ എന്നോട് ചോദിക്കുക, അവൾ വൈജയന്തിയുടെ മോളാണോ എന്ന്, എൻ്റെ മോളാണോ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങളെ കണ്ടാലോ ഒരുപോലെ ഉണ്ടെന്ന് പറയുന്നു. അത് കേട്ടോണ്ടാട്ടോ അലീന കിച്ചണിൽ നിന്ന് വരുന്നത്. കിച്ചണിൽ നിന്ന് വരുന്ന അലീന അവിടെ സ്റ്റെക്ക് ആവുന്നുണ്ട് കേട്ടോ. ശരിയാണ്, അമ്മയുടെ ഒരു ചായ തനിക്കുണ്ട് എന്നുള്ളത് അലീന ഇങ്ങനെ മനസ്സുകൊണ്ട് പറയാട്ടോ. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അവരങ്ങനെ പറഞ്ഞു എന്ന് മനുവിൻ്റെ അടുത്ത് വൈജയന്തി പറയുന്നത് കേട്ടിട്ട്. അപ്പം മനു ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. മനു പറയുന്നുണ്ട്, ശരിയാ, അലീനയെ കണ്ട വൈജയന്തിയുടെ ഏകദേശം കട്ടൊക്കെ ഉണ്ട്, ഏകദേശം ചായയൊക്കെ ഉണ്ട് എന്ന് പറയാട്ടോ. വൈജയന്തിയുടെ മോള് തന്നെയാണോ ഇനി അലീന എന്ന് ചോദിക്കുകയാണ്. നീ ഒന്ന് പോടാ അവിടുന്ന്, നീ എന്തായി പറയുന്നത്? എനിക്ക് എൻ്റെ മക്കൾ ഇവിടെ ഉള്ളത് നിനക്കറിയത്തില്ലേ? എൻ്റെ മോളോ? വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ഒരു അനാഥ പെങ്കൊച്ച് എങ്ങനെയാണ് എൻ്റെ മോളാവുന്നത്? എൻ്റെ വാലിയിരിക്കുന്നത് കേൾക്കണ്ട നീ എന്നൊക്കെ പറഞ്ഞിട്ട് മനുവിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുക കേട്ടോ. പക്ഷെ അതേസമയം അലീന ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നിൽക്കണേ. അത് മനു ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയുടെ നിപ്പ് കണ്ടിട്ട് മനുവിന് തന്നെ എന്തോ ഒരു പന്തികേട് തോന്നുകയാണ്. അലീന എന്താ ഇങ്ങനെ അത് കേട്ടോണ്ട് നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. അങ്ങനെ പെട്ടെന്ന് വൈജയന്തി കാണണം മനു നോക്കുന്നത് കണ്ടിട്ട്, എന്തടി അവിടെ തന്നെ നിൽക്കുന്നത്, ഇങ്ങോട്ട് കൊണ്ടുപോടി എന്ന് പറയട്ടോ. അങ്ങനെ അലീന ചായ കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് മനു ചായ കുടിക്കണം അലീന. എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോവാട്ടോ. മാറിപ്പോച്ചാൽ കിച്ചൻ്റെ ആ സൈഡിലേക്ക് തന്നെ മാറി നിൽക്കുകയാണ്. എന്നിട്ട് വൈജ പറയുന്നുണ്ട്, എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഇവളെ ഒന്ന് ഇവിടെ നിർത്താൻ, പക്ഷേ ബാലചന്ദ്രൻ സമ്മതിക്കണ്ടേ, നീ കൂട്ടിക്കൊണ്ടുവന്നതാണെന്നും പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞതാണെന്നും പറഞ്ഞിട്ട് സമ്മതിക്കണ്ടേ? ഞാൻ നോക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവളെ പറഞ്ഞയക്കും, നീ എന്നെ വേറെ ആളെ കണ്ടെത്തേണ്ടി വരും എന്നൊക്കെ പറയണേ. അതൊന്നും കുഴപ്പമില്ല, ആൻറ്റിക്ക് ഇവളെ വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം എന്നോട് പറഞ്ഞാൽ മതി, ആൻറ്റി എവിടേക്കും പറഞ്ഞേക്കണ്ട, ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന് പറയാം കേട്ടോ. നീ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം, നീ എങ്ങോട്ടും കൂട്ടിക്കൊണ്ട് പോയിക്കോളാം, അതൊന്നും ആൻറ്റി അറിയണ്ട. മുത്തശ്ശൻ എന്നോട് പറഞ്ഞത് ഇവളെ സംരക്ഷിക്കണമെന്നാണ്, ഇവളെ നോക്കിക്കോളണമെന്നാണ്, ആ വാക്ക് ഞാൻ പാലിക്കുമെന്ന് പറയണം. നിൻ്റെ മുത്തശ്ശൻ്റെ ഓരോ കാര്യം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് പിന്നെ വൈജയന്തി അവിടെ നിന്ന് പോവാട്ടോ. അലീനയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. മനുവിൻ്റെ അടുത്ത് അവിടെ നോക്കി നിന്നിട്ട്, നീ എന്താടി ആണുങ്ങളെ കണ്ടിട്ടില്ലേ? നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ വായി നോക്കി നിൽക്കരുതെന്ന്? അപ്പുറത്തേക്ക് പൊടി എന്ന് പറഞ്ഞ് വഴക്ക് പറയട്ടെ. എന്തോരം ജോലിയുണ്ട് ചെയ്യാനായിട്ട്, അവളിവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് പറയണേ. അങ്ങനെ ഞാൻ വരുമ്പോഴേക്കും എല്ലാ ജോലിയും തീർത്തോളം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോവാട്ടോ വൈജയന്തി. അങ്ങനെ മനു പിന്നെ അലീനയോട് സംസാരിക്കുന്നുണ്ട്. എന്തിനാ ഇതൊക്കെ കേട്ട് സഹിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കണം. അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ഇവിടെ തന്നെ നിന്നേ പറ്റുള്ളൂ എന്ന് പറയട്ടോ. അതെന്താ അങ്ങനെ പറഞ്ഞേന്ന് ചോദിക്കണം. ഒന്നുമില്ല, എനിക്ക് ഈ ജോലി ആവശ്യമാണ്,
പിന്നെ മുത്തശ്ശിയെ വിട്ടിട്ട് എനിക്ക് പോകാനും പറ്റത്തില്ല എന്ന് പറയട്ടോ. മുത്തശ്ശി എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു, മുത്തശ്ശിയെ എഴുന്നേൽപ്പിച്ച് നടത്താമെന്ന് ഞാൻ മുത്തശ്ശിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് സാധിപ്പിക്കുക തന്നെ വേണമെന്ന് പറയട്ടോ. എന്താണെങ്കിലും വളരെ കഷ്ടമുണ്ട് കേട്ടോ തൻ്റെ കാര്യം. അവിടെയാണെങ്കിൽ എൻ്റെ അമ്മ നിന്നോട് ഭയങ്കര മോശമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്, പക്ഷേ ഇവിടെ നല്ല ഭക്ഷണം കഴിക്കാം, നല്ല രീതിയിൽ നടക്കാം, ഇവിടെ ആരും ഇല്ലല്ലോ. പക്ഷേ വൈജയന്തി ഭയങ്കര പീഡനാണല്ലേ എന്നൊക്കെ പറയട്ടോ. സാറ് എങ്ങനെ ചോദിക്കട്ടെ, അത് അങ്കിളെങ്ങനെ ചോദിക്കണേ, അങ്കിള് പാവാണ്, സാറ് പാവാണ്, ഒരു കുഴപ്പമില്ല, എനിക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് സാറാണെന്ന് പറയട്ടോ. മക്കളൊക്കെ എങ്ങനെയെന്ന് ചോദിക്കണേ. കൃഷ്ണമോള് കുഴപ്പമില്ല, ബബിത അത്ര കൂട്ടൊന്നുമില്ല, പിന്നെ രോഹിത് ഒരു പിടി കിട്ടാത്ത സ്വഭാവമാണ് എന്ന് പറയണം. താൻ വിഷമിക്കേണ്ട, എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാനുണ്ട് തൻ്റെ കൂടെ എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ അലീനയ്ക്ക് തൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടോ മനു പോകുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളണം, ഇവിടെ ലാൻഡ് ഫോൺ ഉണ്ടല്ലോ, അതിൽ നിന്ന് വിളിച്ചോളണം എന്ന് പറയാട്ടോ. അങ്ങനെ മനു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രോഹിത്തിൻ്റെ സീനാട്ടോ. ഈ അലീന ഇങ്ങനെ രോഹിത്തിനെ നോക്കുന്ന സമയത്ത് രോഹിത്ത് എന്തോ കള്ളത്തരം ചെയ്യുന്നതുമായിട്ട് തോന്നുക കേട്ടോ. അപ്പം നീ എന്താ അവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കട്ടോ അലീന. ആദ്യം അലീനയെ കണ്ടിട്ട് രോഹിത്ത് ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നത് പോലെ തോന്നുകയാണ്. അപ്പം അലീനയ്ക്ക് എന്തോ ഡൗട്ട് അടിക്കുകയാണ്. അപ്പം അലീന ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ നീ നോക്കുന്നതെന്ന് ചോദിക്കുകയാണ് ആദ്യം രോഹിത്ത് കേട്ടോ. നീ എന്താ അവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കണം. ഞാനിവിടെ പലതും ചെയ്യും, നീ എന്തിനാ അത് അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുകയാണ് രോഹിത്ത്. എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്, ഞാൻ അന്വേഷിക്കും, നീ എന്താ അവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കട്ടോ. ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് രോഹിത്ത് പോകാൻ നിൽക്കുമ്പോൾ രോഹിത്തിൻ്റെ കയ്യിൽ കുറച്ച് പാക്കറ്റൊക്കെ കാണും കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എന്താ അതെന്ന് ചോദിക്കണം. അതൊന്നുമില്ല എന്ന് പറയാം കേട്ടോ. കാണിച്ച് എന്താ കയ്യിലുള്ളതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, നീ വലിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ വരണ്ട, നീ ആരാ എന്നെ ചോദ്യം ചെയ്യാൻ, നീ എൻ്റെ ചേച്ചിയൊന്നുമില്ലല്ലോ, നീ ഇവിടുത്തെ സെർവൻ്റ് അല്ലേ എന്ന് പറയട്ടോ രോഹിത്ത്. അതേടാ, ഞാൻ നിൻ്റെ ചേച്ചി തന്നെയാണ്, ഞാൻ നിന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയുണ്ട്, നിൻ്റെ അമ്മ വരുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ എന്താ കാര്യമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറയത്തില്ല, നീ ആരാടി എന്നെ ചോദ്യം ചെയ്യാൻ, ഞാൻ അമ്മ വരട്ടെ, ഞാൻ നിന്നെ പറ്റി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം എന്ന് പറയട്ടോ. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു കൊടുത്തോ, നിൻ്റെ കയ്യിലുള്ള എന്താണെന്ന് കാണിക്കണമെന്ന് പറയണേ. എടാന്നോ, നീ ആരാ എന്നെ എടാന്ന് വിളിക്കാൻ, നീ എൻ്റെ ചേച്ചിയാണോടി, നീ ഇവിടുത്തെ സെർവൻ്റ് അല്ലേടി, നീ ഇവിടെ സെർവൻ്റായി നിൽക്കല്ലേടി, ഒരുപാട് കാര്യങ്ങളിലൊന്നും തലയിടാനായിട്ട് നീ വരണ്ട കേട്ടോ, എന്നെ ഭരിക്കാനായിട്ട് വരണ്ട, എൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ കേൾക്കുന്നില്ല, പിന്നല്ലേ നീ പറഞ്ഞിട്ടെന്ന് പറയട്ടോ. നിന്നെ എങ്ങനെ വരുതിയിൽ നിർത്തണമെന്ന് എനിക്കറിയാം, നിന്നെ ഞാൻ ശരിയാക്കി തരാം, അമ്മ ഇങ്ങോട്ട് വന്നോട്ടെ പറയാം. അമ്മയോ, ആരുടെ അമ്മ, നിൻ്റെ അമ്മയാണോടി അത് മാഡം എന്ന് പറയടി, എൻ്റെയും എൻ്റെ ബബിതയുടെയും കൃഷ്ണേജിയുടെയും അമ്മയാണത്, അല്ലാതെ നിൻ്റെ അമ്മയല്ല എന്ന് പറയാട്ടോ. എന്താണെങ്കിലും മാഡം ഇങ്ങോട്ട് വന്നോട്ടെ, നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറയാട്ടോ. അപ്പോൾ രോഹിത്തിന് ഇച്ചിരി പേടി തോന്നുന്നുണ്ട് കേട്ടോ. രോഹിത് പിന്നെ അവളോട് കുറച്ച് വഴക്കൊക്കെ ഇട്ടുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ രോഹിത്തിൻ്റെ ഈ പെരുമാറ്റത്തിൽ അലീനയ്ക്ക് എന്തോ പന്തികേട് തോന്നുകയാണ്. അപ്പോൾ അലീന പുറകെ പോയി നോക്കുന്ന സമയത്ത് രോഹിത് ഇങ്ങനെ ഒരു പാക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്തിട്ട് വലിക്കുന്ന കേട്ടോ കാണുന്നത്. അതും സാധാരണ സിഗരറ്റ് ഒന്നുമില്ല, അപ്പോൾ അതൊരു ഡ്രഗ്സ് ആട്ടോ, കഞ്ചാവ് ടൈപ്പ് സിഗരറ്റാണ്. അപ്പോൾ അലീനയ്ക്ക് അതിൻ്റെ പുകയുടെ സ്മെല്ല് വന്നപ്പോൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുക കേട്ടോ. അപ്പം എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ഇവനെ ഇതിൽ നിന്ന് രക്ഷിക്കുമെന്നുള്ളൊരു ചിന്തയിലാണ് അലീന. പക്ഷേ ഇത് വൈജയന്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭൂകമ്പം നടക്കുമെന്നറിയാം. വൈജയന്തിയോട് പറയാതെ എങ്ങനെയെങ്കിലും ഇതൊന്ന് സോൾവ് ആക്കണമെന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുകയാണ് കേട്ടോ അലീന. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ റിവ്യൂ ആയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എപ്പിസോഡ് വന്നാൽ ഉടനെ തന്നെ ഞാൻ എപ്പിസോഡിൻ്റെ സ്റ്റോറി പറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ എൻ്റെ ശബ്ദത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ശബ്ദം ഒരു ക്ലിയർ അല്ലാതായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിയാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറി പറയാം. അപ്പോൾ എന്താണെങ്കിലും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.